5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റ് മാറ്റിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിക്കാണ് നോട്ടീസ് അയച്ചത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ബജറ്റ് നീട്ടിവെക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഫെബ്രുവരി 1 നിശ്ചയിച്ച കേന്ദ്ര ബജറ്റ് മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പഞ്ചാബ്, ഗോവ സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 4 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 3 ദിവസം മുൻപ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയാക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ബജറ്റ് എന്നത് ഭരണപരമായ വിഷയമായതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനം എടുക്കാനാകില്ല. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞാണ് ക്യാബിനറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ സിൻഹയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. 3 ദിവസത്തിനകം മറുപടി വേണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷം ഒരാഴ്ചക്കകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ബജറ്റ് മാറ്റിവെക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കേന്ദ്രത്തിന്റേത്. ഏപ്രിൽ 1 മുതൽ പല പദ്ധതികളും നടപ്പിൽ വരേണ്ടതിനാൽ ബജറ്റ് നീട്ടിവെക്കാനാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി കഴിഞ്ഞു. 2012 സമാന സാഹചര്യമുണ്ടായപ്പോൾ അന്നത്തെ UPA സർക്കാർ ബജറ്റ് നീട്ടിവെച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് പിൻവലിക്കലിനെ തുടർന്ന് ബാങ്കുകളിലെത്തിയ അസാധു നോട്ടുകളിൽ കള്ളനോട്ടുകളും SBTയിൽ മാത്രം എത്തിയത് 8,94,000 രൂപയുടെ കള്ളനോട്ടുകൾ. കള്ളനോട്ടുകളൊന്നും മാറി നൽകിയിട്ടില്ലെന്നും പോലീസിൽ പരാതി നൽകുമെന്നും SBT അധികൃതർ അറിയിച്ചു. രാജ്യത്ത് 500 രൂപ, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ നടപടിയെ തുടർന്ന് സംസ്ഥാനത്ത് ബാങ്കുകൾ മാറ്റിയെടുക്കാനായി നൽകിയ നോട്ടുകളിലാണ് കള്ളനോട്ടുകളും കണ്ടെത്തിയിരിക്കുന്നത്. SBTയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ലഭിച്ച 500 രൂപ, 1000 രൂപ നോട്ടുകളിൽ 8,94,000 രൂപയുടേത് കള്ളനോട്ടുകളാണ്. നവംബർ മാസം 10 മുതൽ ഡിസംബർ മാസം 28 വരെ ലഭിച്ച നോട്ടുകളുടെ പരിശോധന പൂർത്തിയായപ്പോഴാണ് കള്ളനോട്ട് ബാങ്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതനുസരിച്ച് നോട്ടുകൾ മാറ്റിയെടുത്തവരുടെയും നിക്ഷേപിച്ചവരുടെയും വിവരങ്ങളും SBT അധികൃതർ ക്രോഡീകരിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. ഡിസംബർ 23, 24 തീയതികളിൽ ലഭിച്ച നോട്ടുകളിലാണ് കള്ളനോട്ടുകളുടെ ആധിപത്യം. വൻതോതിൽ കള്ളനോട്ട് എത്തിയ അക്കൗണ്ട് ഉണ്ടോ എന്നും SBT പരിശോധിക്കുന്നുണ്ട്. അതേസമയം കള്ളനോട്ട് മാറ്റി നൽകിയിട്ടില്ലെന്നും കള്ളനോട്ട് നൽകിയവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും SBT അധികൃതർ അറിയിച്ചു. SBTയുടെ ബാങ്കുകളിൽ ലഭിച്ച ആകെ 12,894 കോടി രൂപയുടെ അസാധു നോട്ടുകളിൽ ആണ് കള്ളനോട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് പല ബാങ്കുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ കള്ളനോട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകുമെന്നും SBT അധികാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ടുകളുടെ സീരിയൽ നമ്പരും അത് മാറ്റിയെടുത്തവരുടെയും വിശദാംശങ്ങളും ബാങ്കുകളിലുള്ളതിനാൽ കള്ളനോട്ട് നൽകിയവരെ കണ്ടെത്തുന്നത് പ്രയാസകരമല്ല. ഇത്തരക്കാരുടെ പേരുകൾ ക്രോഡീകരിച്ച പോലീസിൽ പരാതി നൽകുമ്പോൾ കള്ളനോട്ട് നൽകിയവർ കുടുങ്ങുമെന്നതിൽ തർക്കമില്ല. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സമാജ്വാദിയിൽ അച്ഛനെതിരായ യുദ്ധത്തിൽ പാർട്ടി അക്കൗണ്ടുകൾ അഖിലേഷ് യാദവ് മരവിപ്പിച്ചു. 500 കോടിയിലേറെ സമ്പാദ്യമുള്ള പാർട്ടി അക്കൗണ്ടുകളാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് അഖിലേഷ് യാദവ് മരവിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തർക്കം തീർക്കാൻ ശിവപാൽ യാദവ് അഖിലേഷുമായി നടത്തിയ കൂടിക്കാഴ്ചയും തീരുമാനമാകാതെ അലസിപ്പിരിഞ്ഞു. മുലായം സിംഗും അഖിലേഷ് യാദവും തമ്മിലുള്ള തർക്കം പാർട്ടി സ്വത്തുക്കളിലേക്കുള്ള അവകാശവാദമായി ഉയർന്നിരിക്കുന്നു. ഭൂരിഭാഗം വരുന്ന MLA-മാരെയും MP-മാരെയും ഒപ്പം നിർത്തിയ അഖിലേഷ് യാദവ് മുലായം സിംഗിന്റെ കൈവശമുള്ള പാർട്ടി സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മുലായം സിംഗിന്റെ സഹോദരനും അഖിലേഷിന്റെ നിത്യശത്രുവുമായ ശിവപാൽ യാദവാണ് പാർട്ടി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. തർക്കമുള്ളതിനാൽ ഈ അക്കൗണ്ടുകളിൽ നിന്നുള്ള ക്രയവിക്രയം തടയണമെന്ന് അഖിലേഷ് വിഭാഗം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഫലത്തിൽ 500 കോടിയോളം വരുന്ന സമാജ്വാദിയുടെ ബാങ്ക് സമ്പാദ്യങ്ങൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ നടപടി. മുലായം സിംഗിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള അഖിലേഷിന്റെ ശ്രമമായി ഇതിനെ കാണുന്നവരുണ്ട്. അതേസമയം അഖിലേഷുമായി എന്നും തർക്കത്തിലുള്ള ശിവപാൽ യാദവ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മഞ്ഞുരുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ലക്നൌവിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 2ാം ദിവസം തിരുവനന്തപുരത്ത് തുടരുന്നു. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗം ചർച്ച ചെയ്യും. വൈകിട്ട് വൻ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നുണ്ട്. ജിതിൻ, എങ്ങനെയാണ് യോഗം നടക്കുന്നത്, പുരോഗമിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ? CPM കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുകയാണ്. ഇന്നലെ ആരംഭിച്ച ചർച്ചകളുടെ തുടർ ചർച്ചകളാണ് ഇന്ന് രാവിലെ നടന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ യോഗം അല്പസമയം മുമ്പ് ഉച്ചഭക്ഷണത്തിന് തിരിയുകയുണ്ടായി. ആ സമയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർഷിക നയരേഖയാണ്. രാജ്യത്തെ
കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളും ഒപ്പം തന്നെ അത് മറികടക്കാനുള്ള മാർഗ്ഗങ്ങളും കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രക്ഷോഭ മാർഗങ്ങളും സമരങ്ങൾക്ക് രൂപം നൽകുന്നത് അടക്കമുള്ള വിശദമായ കാർഷിക നയരേഖയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച പൂർത്തിയാകാനുണ്ട്. അല്പസമയം കൂടി ഈ കാർഷിക നയരേഖയിൽ ചർച്ച തുടരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗം വിശകലനം ചെയ്യും. ഒപ്പം ഇന്നലെ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിനുള്ള മറുപടിയും ഇന്ന് വൈകിട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകും. പ്രധാനമായും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചാണ് ഇന്നലെ ചർച്ച നടന്നിരുന്നത്. അതിൻ്റെ തുടർ ചർച്ചകളും ഇത് സംബന്ധിച്ച തീരുമാനങ്ങളും ഇന്നുണ്ടായേക്കും. പ്രധാനമായും അതത് സംസ്ഥാനങ്ങളിലെ മറ്റ് കക്ഷികളുമായി സഖ്യത്തിൽ ഏർപ്പെടണോ എന്ന കാര്യമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം പ്രധാനമായും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തിരുന്നത്. അക്കാര്യത്തിലെല്ലാം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇനി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഒപ്പം നോട്ട് പ്രതിസന്ധിയിലടക്കം തുടർ പ്രക്ഷോഭങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി യോഗം രൂപം നൽകും. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിലെ അപാകതകൾ, സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യധാന്യ വിതരണം താറുമാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. ഇക്കാര്യങ്ങളായിരിക്കും ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വരും നിമിഷങ്ങളിൽ ചർച്ചയാവുക. രാഷ്ട്രീയ റിപ്പോർട്ടിനുള്ള മറുപടിയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാവും. മറ്റ് സംഘടനാ വിഷയങ്ങളെല്ലാം തന്നെ നാളെയായിരിക്കും പരിഗണിക്കുക. നാളെ ഉച്ചയോടുകൂടി കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കും. അതുകൊണ്ട് തന്നെ അജണ്ടകളെല്ലാം തന്നെ വേഗത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനവും തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടി പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ബഹുജന പൊതുസമ്മേളനം നടക്കുന്നത്. 1 ലക്ഷത്തോളം പേർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ഒപ്പം തന്നെ എസ് രാമചന്ദ്രപിള്ള, വിമൻ ബസു, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോഴും തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. സൗമ്യ, ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന വിമർശനത്തെ മറികടക്കാൻ കേന്ദ്ര നയങ്ങളെ പിന്തുണച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രമേയം. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക പരിഷ്കരണ നയങ്ങളെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക പ്രമേയം അവതരിപ്പിച്ചു. അതേസമയം നിർവാഹക സമിതി യോഗത്തിന്റെ 2ാം ദിനമായ ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. നോട്ട് നിരോധനത്തിനെതിരെ സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെ ചില BJP നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. നോട്ട് അസാധുവാക്കിയ നടപടി മോഡിയുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്ന വിമർശനം മറികടക്കാനാണ് തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന പ്രമേയം നിർവാഹക സമിതി യോഗത്തിൽ പാസാക്കുന്നത്. മോഡി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് സാമ്പത്തിക പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി കടന്ന് സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പ്രധാനമന്ത്രിയുടെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് നിർവാഹക സമിതി യോഗം അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട്. നോട്ട് നിരോധനവും അതിർത്തിക്കപ്പുറത്തെ മിന്നലാക്രമണവും മുഖ്യ പ്രചരണ വിഷയമാക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. ഇക്കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നിർവാഹക സമിതി യോഗം രൂപം നൽകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മോഡിയെ വച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ നോട്ട് നിരോധനം തിരിച്ചടിയാകുമോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം. നോട്ട് നിരോധനത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇനിയും എതിർസ്വരങ്ങൾ ഉയരാനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നു. ഇത് തടയാനും നോട്ട് നിരോധനത്തിന് അനുകൂലമായി പ്രവർത്തകരെ കൊണ്ട് പ്രചരണം നടത്താനുമാണ് BJP ലക്ഷ്യമിടുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M സന്തോഷ്. PC ജോർജിന്റെ പുതിയ പാർട്ടി ജനുവരി 30-ന് പ്രഖ്യാപിക്കും. കേരള ജനപക്ഷം എന്നാകും പാർട്ടിയുടെ പേര്. 5, 6 തീയതികളിൽ കോട്ടയം ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ പാർട്ടിയെ സംബന്ധിച്ച ആലോചനാ യോഗം ചേർന്നു. ജനുവരി 17-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഉപരോധിച്ച് പാർട്ടിയുടെ ആദ്യ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കേരള ജനപക്ഷം എന്നതായിരിക്കും പുതിയ പാർട്ടിയുടെ പേര്. ചുമപ്പും മഞ്ഞയും നിറങ്ങൾ ചേർന്നതാണ് പാർട്ടി പതാക. ഇതിൽ 3-ൽ 2 ഭാഗം ചുമപ്പും 3-ൽ 1 ഭാഗം മഞ്ഞയും എന്നും തീരുമാനിച്ചിട്ടുണ്ട്. 14 ജില്ലകളിലേക്കും കമ്മിറ്റികളുടെ കൺവീനർമാരെയും നിയമിച്ചു. പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായുള്ള ആദ്യ പഠന ക്യാമ്പ് കോട്ടയം ഭരണങ്ങാനം ഓശാന മൗണ്ടിൽ നടന്നു. ജനുവരി 5, 6 തീയതികളിൽ നടന്ന ക്യാമ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 75ഓളം പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ജയശങ്കർ ക്ലാസ് എടുത്തു. കേജ്രിവാളിന്റെ മാതൃകയിൽ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുകയാണ് PC ജോർജിന്റെ ലക്ഷ്യം. രൂപീകരണ സമ്മേളനം ജനുവരി 30-ന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ നടക്കും. അണ്ണാ ഹസാരെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനും PC ജോർജ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തോടെ പുതിയ പാർട്ടിയെ ജനശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി ജനുവരി 17-ന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കും. 5000 പേരെ ഇതിൽ പങ്കെടുപ്പിക്കും. നോട്ട് നിരോധനം സൃഷ്ടിച്ച ദുരിതം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെയാണ് ആദ്യ പ്രക്ഷോഭം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
EP ജയരാജനെതിരായ ബന്ധുനിയമന വിവാദത്തിൽ FIR കോടതി സ്വീകരിച്ചു. ജയരാജനെതിരെ തുടരന്വേഷണത്തിന് വിജിലൻസ് കോടതി അനുമതി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് അനുമതി നൽകിയത്. അതേസമയം ADGP R ശ്രീലേഖയ്ക്കെതിരായ കേസിൽ വിജിലൻസ് കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടു. ബന്ധുനിയമന വിവാദത്തിൽ വിജിലൻസ് സമർപ്പിച്ച FIR കോടതി സ്വീകരിച്ചു. വിശദ അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു. കേസിൽ EP ജയരാജൻ MLA ഒന്നാം പ്രതിയും PK സുധീർ രണ്ടാം പ്രതിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി മൂന്നാം പ്രതിയുമാണ്. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്റർപ്രൈസസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായി ബന്ധുവായ PK സുധീറിനെ നിയമിച്ചുവെന്നതാണ് കേസ്. നിയമനം മാനദണ്ഡങ്ങൾ പാലിച്ചല്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെയാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ADGP R ശ്രീലേഖയ്ക്കെതിരായ കേസിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വിജിലൻസ് ആവശ്യപ്പെട്ടു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ അഴിമതി കാണിച്ചുവെന്നതാണ് കേസ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC നേതൃത്വത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച K മുരളീധരൻ ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് കൂടുതൽ അടുക്കുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിക്കായി K മുരളീധരൻ കോട്ടയത്തെത്തിയപ്പോൾ മാറിമറിയുന്നത് സംസ്ഥാന കോൺഗ്രസിലെ സമവാക്യങ്ങളാണ്. KPCC പ്രസിഡന്റ് VM സുധീറിനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും കൂടുതൽ ദുർബലമാക്കാനുള്ള നീക്കത്തിന്റെ പിന്തുണ കൂടിയാണ് കോട്ടയത്തെത്തി മുരളീധരൻ നേടിയത്. ഫലത്തിൽ വിശാല ഐ ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും നേതൃനിരയിൽ പങ്കില്ലാത്ത K മുരളീധരന്റെ ലക്ഷ്യം സുധീരനെയും രമേശ് ചെന്നിത്തലയും ദുർബലനാക്കി പാർട്ടിയിൽ പിടിമുറുക്കലാണ്. പഴയ ഐ ഗ്രൂപ്പിന്റെ വികാരം കൊണ്ടു നടക്കുന്ന സാധാരണക്കാർക്കിടയിൽ പോലും K കരുണാകരന്റെ മകനായ K മുരളീധരന് ഇപ്പോഴും സ്വാധീനമുണ്ട്. മന്നം ജയന്തി ദിനത്തിൽ രമേശ് ചെന്നിത്തല പതിവ് തെറ്റിച്ച് സാന്നിധ്യം അറിയിച്ചു മടങ്ങിയപ്പോൾ NSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന K മുരളീധരൻ മുഴുവൻ സമയവും പെരുന്നയിൽ തങ്ങി. മതസാമുദായിക സമവാക്യങ്ങൾ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ K മുരളീധരന് ഇനി വേണ്ടത് ക്രിസ്ത്യൻ നേതാക്കൾക്ക് വ്യക്തമായ മേധാവിത്വമുള്ള A ഗ്രൂപ്പിന്റെ പിന്തുണയാണ്. മറുഭാഗത്ത് DCC പുനഃസംഘടനയിൽ തന്നെ അകറ്റി നിർത്തിയ സുധീരൻ ചെന്നിത്തല കൂട്ടുകെട്ട് തകർത്തില്ലെങ്കിൽ A ഗ്രൂപ്പ് നാമാവശേഷമാകുമെന്ന് ഉമ്മൻചാണ്ടിയും വിശ്വസിക്കുന്നു. അതിനിടയിലാണ് കേരളത്തിലെ കോൺഗ്രസിന് ഉമ്മൻചാണ്ടിയെ കൂടാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന K മുരളീധരന്റെ പ്രസ്താവന സുധീരനെയും ചെന്നിത്തലയും ഒരുപോലെ പരിക്കേൽപ്പിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും മുരളിയെ പിന്തുണച്ചതോടെ ഉമ്മൻചാണ്ടി പക്ഷം കൂടുതൽ ആവേശത്തിലായി. പോസ്റ്റ് ഓഫീസ് പിക്കറ്റിംഗിന് കോട്ടയത്തെത്തിയ K മുരളീധരനെ ഉമ്മൻചാണ്ടി വിശ്വസ്തനായ KC ജോസഫ് മാലയിട്ട് സ്വീകരിച്ചത് ഈ ആവേശത്തിന്റെ തുടർച്ചയാണ്. അതേസമയം KPCC നേതൃത്വമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ K മുരളീധരനെ ചുമതലപ്പെടുത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. AK ആന്റണിക്കെതിരെ വയലാർ രവിയെ രംഗത്തിറക്കി K കരുണാകരൻ പയറ്റിയ പഴയ തന്ത്രത്തിന്റെ പുതിയ രൂപത്തിനാണ് ഉമ്മൻചാണ്ടി രൂപം കൊടുത്തിട്ടുള്ളത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് ചുള്ളിയോട് തൊവരിമലയിൽ ജനവാസ കേന്ദ്രത്തിൽ പുലി ഇറങ്ങി. രാവിലെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിലാണ് നാട്ടുകാർ ആദ്യം പുലിയെ കണ്ടത്. സമീപത്തെ കുറ്റിക്കാട്ടിൽ ഇപ്പോഴുള്ള പുലിയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പും പോലീസും തുടരുകയാണ്. നേരത്തെ തന്നെ പുലി ഭീതി നിൽക്കുന്ന പ്രദേശമാണ് ഇത്. അഞ്ചു വയസ്സുകാരിയുടെ മൃതദേഹം ചുമന്ന് അച്ഛൻ നടന്നത് 15 കിലോമീറ്റർ. ഒഡീഷയിലെ അങ്കുൾ ജില്ലയിലാണ് നിർധനനായ അച്ഛന് മകളുടെ മൃതദേഹം ചുമലിലെടുക്കേണ്ടി വന്നത്. കടുത്ത പനിയെ തുടർന്ന് മരണപ്പെട്ട 5 വയസ്സുകാരിയായ മകളുടെ മൃതദേഹവും തോളിൽ ചുമന്നു കൊണ്ടുപോകുന്ന ഒരച്ഛന്റെ നിസ്സഹായാവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒഡീഷയിലെ അങ്കുൾ ജില്ലയിൽ ഗഡ്ഡി ദിബാർ എന്നയാൾക്കാണ് മകളുടെ മൃതദേഹം ചുമക്കേണ്ട ദുര്യോഗമുണ്ടായത്. അങ്കുൾ ജില്ലയിലെ പല്ലഹാര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അവശനിലയിലെത്തിച്ച മകൾ പിറ്റേ ദിവസം മരണപ്പെടുകയായിരുന്നു. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ സേവനങ്ങളുണ്ടെങ്കിലും ഇതേക്കുറിച്ച് അറിവില്ലാത്ത ദിബാറിന് അധികൃതർ വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയില്ല. കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചതോടെ നിർധനനായ അച്ഛൻ മകളുടെ ശവശരീരം ചുമലിൽ ഏറ്റുകയായിരുന്നു. 15 കിലോമീറ്ററോളമാണ് മകളുടെ മൃതദേഹവുമായി ഇയാൾ നടന്നത്. ജനുവരി 4 നടന്ന സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ ആശുപത്രി അധികൃതർക്കെതിരെ നടപടി സ്വീകരിച്ചതായി അങ്കുൾ ജില്ലാ കളക്ടർ അറിയിച്ചു. ഒഡീഷയിൽ ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ധനാമാജി എന്നയാൾ ആശുപത്രിയിൽ നിന്നും ഭാര്യയുടെ മൃതദേഹം കിലോമീറ്ററുകൾ ചുമന്ന സംഭവവും വിവാദമായിരുന്നു. ന്യൂസ് ഡെസ്ക്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഗതാഗത സംവിധാനങ്ങൾ താറുമാറായിരിക്കുകയാണ്. ഇവിടങ്ങളിൽ ജനജീവിതം ദുസ്സഹമാണെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ്.
ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. കാഴ്ച ദൂരപരിധി വളരെ കുറച്ച് കനത്ത മൂടൽമഞ്ഞും അനുഭവപ്പെടുന്നുണ്ട്. മൂടൽമഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ട്രെയിൻ വിമാന സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ മൂടൽമഞ്ഞ് കൂടുതൽ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത്. മൂടൽമഞ്ഞിനെ തുടർന്ന് അന്തരീക്ഷ മലിനീകരണവും കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. 7 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പലപ്പോഴും താപനില അനുഭവപ്പെടുന്നത്. കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ലേയിലും ഗുൽമാർഗിലുമെല്ലാം മൂടൽമഞ്ഞും ശക്തമായ തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ച ആരംഭിച്ചതോടെ ഷിംലയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും തുടരുന്നുണ്ട്. ശ്രീനഗറിൽ മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഇന്നലെ ഒരാൾ മരിക്കുകയും ചെയ്തു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഫോർട്ട് ലോഡർഡേൽ ഹോളിവുഡ് വിമാനത്താവളത്തിൽ ഉണ്ടായ വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. 8 പേർക്ക് പരിക്കേറ്റു. വെടിവയ്പ് നടത്തിയ അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണ കാരണം വ്യക്തമല്ല. സ്റ്റാർവാർഡ്സ് ടീഷർട്ട് ധരിച്ചെത്തിയ യുവാവ് വിമാനത്താവളത്തിന്റെ 2ാം ടെർമിനലിനടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് യാത്രക്കാർ പരിഭ്രാന്തരായി ചിതറിയോടി. തോക്കിൽ വീണ്ടും ഉണ്ട നിറച്ച് വെടിയുതിർക്കാൻ ശ്രമിച്ച അക്രമിയെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചു. തിരുവനന്തപുരം നഗരമധ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യാജ വിദേശമദ്യ നിർമ്മാണ യൂണിറ്റ് എക്സൈസ് സംഘം പിടികൂടി. തിരുവനന്തപുരം ചാക്ക ITIക്ക് സമീപത്തു നിന്നും സ്പിരിറ്റും വാറ്റുചാരായവും വ്യാജമദ്യമുണ്ടാക്കി കൊടുക്കുന്ന യൂണിറ്റാണ് എക്സൈസ് സംഘം പരിശോധന നടത്തി പിടികൂടിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കാർക്ക് വ്യാജമദ്യം എത്തിച്ചു കൊടുത്തിരുന്ന പേട്ട സ്വദേശി ബൈജുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എക്സൈസ് കമ്മീഷണർ ഋഷിരാ സിംഗ് സ്ഥലത്തെത്തി പ്രതിയെ ചോദ്യം ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി ജയിലിനുള്ളിൽ ബ്രെഡ് നിർമ്മാണം ആരംഭിച്ചു. വിയൂർ സെൻട്രൽ ജയിലിലെ ബേക്കറി യൂണിറ്റിലാണ് ഉൽപാദനം തുടങ്ങിയത്. ക്രിസ്മസിന് വിപണിയിലെത്തിച്ച ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചതോടെയാണ് ജയിലിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു തുടങ്ങുന്നത്. സംസ്ഥാനത്ത് വിയൂർ സെൻട്രൽ ജയിലിൽ മാത്രമാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. കേക്ക്, കപ്പ് കേക്ക്, ബണ്ണ് തുടങ്ങിയവ നേരത്തെ തന്നെ ഇവിടെ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു. ക്രിസ്മസ് കാലത്തെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിരയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇതോടെ കൂടുതൽ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ജയിൽ DGP അനിൽ കാന്ത വിയൂർ ജയിലിൽ തുടങ്ങിയ ബ്രെഡ് നിർമ്മാണശാല ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ ദിവസേന 200 പാക്കറ്റ് ബ്രെഡുകളാണ് വിപണിയിലെത്തിക്കുക. 300 ഗ്രാമിന്റെ ബ്രെഡ് 20 രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ, കൃത്രിമ ചേരുവകളൊന്നുമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. 10 പേരാണ് ബേക്കറി യൂണിറ്റിൽ ജോലിയെടുക്കുന്നത്. ഉൽപാദനം കൂടുമ്പോൾ കൂടുതൽ തടവുകാരെ ഇവിടെ നിയോഗിക്കും. ബിരിയാണി, ചപ്പാത്തി തുടങ്ങി 1 ലക്ഷത്തിലധികം രൂപയുടെ ഭക്ഷണസാധനങ്ങളാണ് പ്രതിദിനം വിയൂർ ജയിലിൽ നിന്ന് വിറ്റുപോകുന്നത്. ബേക്കറി പലഹാരങ്ങൾ കൂടി എത്തുന്നതോടെ വരുമാനം ഇനിയും ഉയരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആലപ്പുഴയിൽ തേങ്ങയിടാൻ ബംഗാളിയെ ആശ്രയിച്ച കടയുടമ കുടുങ്ങി. തെങ്ങിൽ കയറിയ ബംഗാളി തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിയതോടെയാണ് കടയുടമ വെട്ടിലായത്. ഒടുവിൽ ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂറിന് ശേഷമാണ് ബംഗാളിയെ താഴെ ഇറക്കിയത്. തെങ്ങ് കയറ്റക്കാരെ കിട്ടാതായതോടെയാണ് കടയിൽ ജോലി ചെയ്യുന്ന അശ്രു എന്ന ബംഗാളിയെ കുഞ്ഞു മുഹമ്മദ് എന്ന മുതലാളി തെങ്ങിൽ കയറ്റിയത്. തെങ്ങ് ചതിക്കില്ല എന്ന ഉറപ്പിന്മേലാണ് ബംഗാളി തെങ്ങിൽ കയറിയതെങ്കിലും മുകളിലെത്തിയ ബംഗാളിക്ക് താഴെ നോക്കിയപ്പോൾ പേടിയും പരിഭ്രമവുമായി. പിന്നെ തന്നെ രക്ഷിക്കണമെന്ന് അറിയാവുന്ന ഭാഷയിൽ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചു. തെങ്ങിൽ നിന്നും പതുക്കെ ഇറങ്ങാൻ നാട്ടുകാർ പറഞ്ഞുവെങ്കിലും ചവിട്ടി നിന്ന ഓലമടൽ കൂടി ഒടിഞ്ഞു താഴെ വീണതോടെ ബംഗാളി അവശനിലയിൽ മുകളിൽ തന്നെ ഇരിപ്പായി. പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തി. ഉയരം കൂടിയ ഏണി തെങ്ങിൽ ചാരിവെച്ച് അശ്രവിന് ധൈര്യം പകർന്ന് താഴെ ഇറക്കി. ഫയർഫോഴ്സിൻ്റെ സുരക്ഷാ റോപ്പ് കെട്ടിയാണ് സാഹസികമായി ബംഗാളിയെ താഴെ ഇറക്കിയത്. അങ്ങനെ 2 മണിക്കൂർ ജീവൻ കയ്യിൽ പിടിച്ച് മുകളിലിരുന്ന ബംഗാളി തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായി. സന്തോഷം പങ്കുവയ്ക്കാൻ ഫയർമാൻമാരായ സലിം കുമാർ, സതീഷ് കുമാർ, ആർ ബിജു, ഉല്ലാസ് തുടങ്ങി തന്നെ രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കൊപ്പം ഫോട്ടോ എടുക്കാനും ബംഗാളി മറന്നില്ല. മേലിൽ അറിയാൻ മേലാത്ത പണിക്ക് നിൽക്കരുതെന്ന സ്നേഹോപദേശവും നൽകിയാണ് ഫയർഫോഴ്സ് സംഘം മടങ്ങിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ അപകടങ്ങളില്ലാതെയും മറ്റു പ്രശ്നങ്ങളില്ലാതെയും മുന്നോട്ടു പോകുന്നത് പോലീസ് അയ്യപ്പന്മാരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളില്ലാതെയും ശബരിമലയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പോലീസുകാരിൽ 18ാം പടി ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സന്നിധാനത്തെത്തുന്ന കോടിക്കണക്കായ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ
പമ്പ മുതൽ നിരവധി സ്ഥലങ്ങളിൽ ഭക്തരെ തടഞ്ഞു നിർത്തിയും കൃത്യമായ ഇടവേളകളിൽ 18-ാം പടി കയറാൻ സഹായിച്ചുമാണ് പോലീസ് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നത്. പമ്പയിൽ നിന്നും പുല്ലുമേട് നിന്നും പാണ്ടിത്താവളം വഴിയും നിരവധി വഴികളിലൂടെയാണ് ഭക്തർ സന്നിധാനത്തെത്തുന്നത്. ഏത് വഴിയിലെത്തിയാലും 18-ാം പടി കയറി മാത്രമേ അയ്യപ്പന്റെ തിരുമുമ്പിലെത്താൻ സാധിക്കൂ എന്നതിനാൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതും ഇവിടെയാണ്. 30 പോലീസ് അയ്യപ്പന്മാർ 2 ബാച്ചായാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും ആദ്യത്തെ 15 പേർ മാറി അടുത്ത 15 പേർ ജോലിയെടുക്കും. ഏറ്റവും കൂടുതൽ ആയാസകരമായി വരുന്നത്, കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നത് 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും പേര് ഞങ്ങൾ 3 ഷിഫ്റ്റായിട്ട് തിരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ നിന്നിട്ട് ചെയ്യുന്ന വളരെ സെലക്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പ്രത്യേകം പ്രാക്ടീസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാനുള്ള തിക്കിലും തിരക്കിലും പെട്ട കുറച്ചു പേർക്ക് പരിക്ക് പറ്റിയതിനു ശേഷമുള്ള മകരവിളക്ക് ഉത്സവകാലത്ത് അപകടം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് അടുക്കുന്നതോടെ പോലീസുകാരുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. തിരക്ക് നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ കൂട്ടം തെറ്റിപ്പോകുന്ന അയ്യപ്പന്മാരെ കൃത്യമായി യഥാസ്ഥാനത്തെത്തിക്കുന്ന പണിയും പോലീസ് അയ്യപ്പന്മാർ എടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിലെ തിരക്കും അപകടവും ഒഴിവാക്കാൻ പോലീസ് അയ്യപ്പന്മാർ നടത്തുന്ന സേവനത്തിന് ദൃശ്യങ്ങളിൽ കൂടുതലായൊന്നും വാക്കുകളായി നമുക്ക് പറയാനില്ല. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.